നമ്മുടെയൊക്കെ മൊബൈൽ ഫോണിൻ്റെ താഴെയായി കിടക്കുന്ന ഈ നാവിഗേഷൻ ബാർ ഉണ്ടല്ലോ, ഈ നാവിഗേഷൻ ബാറിനകത്ത് ഒരു സൂത്രം ഒളിഞ്ഞു കിടപ്പുണ്ട്. ചിലർ ഈ നാവിഗേഷൻ ബാറിന് പകരം ചെസ്റ്ററാണ് ഉപയോഗിക്കുന്നത്. അവർക്കും ഈ ഒരു സൂത്രം ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. സാധാരണയായി നമുക്ക് മൊബൈൽ ഫോണിൻ്റെ മുകൾ ഭാഗത്തുള്ള വൈഫൈയോ ബ്ലൂടൂത്തോ അല്ല ടോർച്ച് ലൈറ്റോ സെറ്റിങ്സോ ഒക്കെ ഓപ്പൺ ചെയ്യണമെങ്കിൽ നമ്മൾ രണ്ട് കൈ ഉപയോഗിച്ചേ മതിയാകൂ. അതായത് ഒരു കയ്യിൽ പിടിച്ചിട്ട് മാത്രമേ നമുക്ക് മുകളിൽ ടച്ച് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നമുക്ക് ഈ ഒരു ബട്ടനെ കൊണ്ട് തന്നെ ഇതൊക്കെ നിയന്ത്രിക്കാൻ സാധിക്കുന്നതാണ്. ആ ഒരു സൂത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരുന്നത്. ജസ്റ്റ് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇപ്പോഴെനിക്ക് രണ്ട് കൈ ഉപയോഗിക്കേണ്ടി വരും, കാരണം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എനിക്ക് ഈ വിരൽ കൊണ്ട് എനിക്ക് മൊബൈൽ ഫോൺ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് ഈ ഒരു വിരൽ കൊണ്ട് തന്നെ ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വിരൽ ചലിപ്പിക്കാൻ പറ്റുമല്ലോ. ഈ വിരൽ കൊണ്ട് ജസ്റ്റ് നമ്മുടെ നാവിഗേഷൻ ബാർ വലത്ത് നിന്ന് ഇടത്തോട്ടേക്കൊന്ന് നീക്കി കൊടുക്കുക. ഇതാ ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതുപോലെ നീക്കി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം എൻ്റെ ക്വിക്ക് സെറ്റിങ്സ് താഴേക്ക് വന്നിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വിരൽ കൊണ്ട് തന്നെ എനിക്ക് വൈഫൈ ഓഫ് ചെയ്യാം, മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യാം, സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാം, ടോർച്ച് ലൈറ്റ് ഓൺ ചെയ്യാം, എല്ലാം എനിക്ക് ഇവിടുന്ന് തന്നെ സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ലിസ്റ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്തും നമുക്ക് ഇവിടെ മുകൾ ഭാഗത്തെ ആപ്ലിക്കേഷൻ എല്ലാം ഓപ്പൺ ചെയ്യണമെങ്കിൽ രണ്ട് കൈ തന്നെ ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെയുള്ള ഘട്ടത്തിലും ജസ്റ്റ് ഇതുപോലെ നമ്മൾ നീക്കി കൊടുത്തു കഴിഞ്ഞാൽ മുകളിലുള്ള ആപ്ലിക്കേഷനൊക്കെ നമുക്ക് ഒരു വിരൽ കൊണ്ട് തന്നെ നിയന്ത്രിക്കാനും ഓപ്പൺ ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലെ നാവിഗേഷൻ ബാർ അല്ലെങ്കിൽ ചെസ്റ്ററിൽ ഈ ഒരു ഓപ്ഷൻ എങ്ങനെയാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് എങ്ങനെയാണെന്ന് വീഡിയോയിൽ കാണാം. എല്ലാ മൊബൈൽ ഫോണിലും ഈ ഒരു ഓപ്ഷൻ വിഭിന്നമാണ്. അതുകൊണ്ട് തന്നെ രണ്ട് മൊബൈൽ ഫോണിൽ ഈ ഒരു ഓപ്ഷൻ എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നുണ്ട്. ചില മൊബൈൽ ഫോണുകളിൽ ജസ്റ്ററിൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റു ചില ഫോണുകളിൽ നാവിഗേഷൻ ബാറിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യം കാണിച്ചു തരുന്നത് നാവിഗേഷൻ ബാറിൽ സെറ്റ് ചെയ്യുന്നതാണ്. ആദ്യം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അതിൻ്റെ സെർച്ച് ബാറിൽ നിങ്ങൾ 1 എന്ന് മാത്രം സെർച്ച് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് വൺ ഹാൻഡ് മോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ലഭിക്കും. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്തിട്ട് അതിനകത്തൊരു ബട്ടൺ ഉണ്ടാവും. അതൊന്ന് ഓൺ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഈ നാവിഗേഷൻ ബാറിൽ നേരത്തെ ചെയ്തതുപോലെ ഇതുപോലെ ചെയ്യുന്ന സമയത്ത് സ്ക്രീൻ താഴെ വരും. അത് വേണ്ടെങ്കിൽ നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകാനും സാധിക്കും. ഇനി ഞാൻ ഫ്രണ്ട് പേജിൽ ഇതൊന്ന് കാണിച്ചു തരാം. സാധാരണ പോലെ നാവിഗേഷൻ ബാർ കിട്ടാനൊന്ന് താഴ്ത്തി എന്നിട്ട് ഞാനിതാ ഇതുപോലെ നീക്കി കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം എനിക്ക് വൈഫൈ ഓൺ ചെയ്യാൻ പറ്റും, മൊബൈൽ ഡാറ്റ ഓഫ് ചെയ്യാൻ പറ്റും, എല്ലാം തന്നെ എനിക്ക് ഒരു ഹാൻഡ് കൊണ്ട് തന്നെ നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട്. ഇനി ജസ്റ്റർ മോഡിൽ മാത്രം ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മൊബൈൽ ഫോണാണിത്. താഴെ കാണാൻ നിങ്ങൾക്ക് നാവിഗേഷൻ ബാർ ഉണ്ട്, പക്ഷേ അതിൽ ഉപയോഗിക്കാൻ പറ്റില്ല. ഇത്തരം മൊബൈൽ ഫോണുകൾ നിങ്ങൾ ആദ്യം സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നേരത്തെ പോലെ തന്നെ 1 എന്ന് മാത്രമേ സെർച്ച് ചെയ്യാൻ പാടുള്ളൂ. മുഴുവൻ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഓപ്ഷൻ കിട്ടില്ല. അല്പം താഴെയായിട്ട് നിങ്ങൾക്ക് വൺ ഹാൻഡ് മോഡ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ കിട്ടും. അതൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ ബട്ടൺ ഓപ്പൺ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. പക്ഷേ അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ സെറ്റിങ്സ് കാണിക്കും. സെറ്റിങ്സിനകത്ത് പോയിട്ട് നിങ്ങൾ അത് ജസ്റ്റർ മോഡിലേക്ക് മാറ്റണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. ഞാൻ സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് രണ്ടാമതുള്ള ജസ്റ്റർ മോഡിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ട്യൂട്ടോറിയൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കാണാം, അല്ലെങ്കിൽ അത് ക്യാൻസൽ ചെയ്ത് കൊടുത്താൽ മതി. ഇനി ജസ്റ്റ് ഇതൊന്ന് പിറകോട്ടേക്ക് വരണം. പിറകോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബട്ടൺ ഓൺ ചെയ്യാനുണ്ടാവും. ഇത് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഓക്കെ, ഇതിൽ ചെറിയൊരു മാറ്റമുണ്ട്. നമ്മൾ സാധാരണ പോലെ തന്നെ താഴ്ത്താൻ ശ്രമിക്കുന്ന സമയത്ത് താഴെ ഒരു ചെറിയ ബാർ കാണും. അവിടെ ചെറുതായിട്ട് നിങ്ങൾ താഴ്ത്തി കൊടുക്കാനേ പാടുള്ളൂ. സ്ക്രീൻ പൊങ്ങി പോയി കഴിഞ്ഞാൽ മറ്റുള്ള ഓപ്ഷനാണ് ഓണായി കിട്ടുക. ഇതെനിക്ക് വൈഫൈയും കാര്യങ്ങളും എല്ലാം ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ട്. ബ്ലൂടൂത്തും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്യാനും ഓൺ ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇനി വേണ്ടാത്ത സമയത്ത് നമുക്ക് മുകളിലേക്ക് പോയിട്ട് അത് ഒഴിവാക്കാനും പറ്റും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ചെറിയ ലൈൻ ഉണ്ടല്ലോ, ഈ ലൈനിൽ ജസ്റ്റ് ഒന്ന് താഴ്ത്താനേ പാടുള്ളൂ. എങ്കിൽ മാത്രമേ താഴ്ന്നു കിട്ടുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ ഓണായി കിട്ടുന്നതല്ല. നാവിഗേഷൻ മോഡ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് ഈ ചെസ്റ്റർ മോഡിൽ ഫോൺ കൺട്രോൾ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ മാത്രം ചെസ്റ്റർ മോഡിലേക്ക് മാറിയാൽ മതി. അതുപോലെ തന്നെ എല്ലാ ആൻഡ്രോയിഡ് മൊബൈൽ ഫോണിൻ്റെയും സെറ്റിങ്സ് വിഭിന്നമാണ്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എങ്ങനെയാണെന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക. എല്ലാത്തിലും 1 എന്ന് തന്നെയാണ് സെർച്ച് ചെയ്യേണ്ടത്. ബാക്കി ഓപ്ഷനിലൊക്കെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാവും എന്നേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ FTM ക്രിയേഷൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. അതുവരയ്ക്കും ഗുഡ് ബൈ.